ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത് പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോസ്റ്റുലേറ്റ്സും കൂടെ ഒന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ദെൻ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഓക്കെ, ടൈം ഡിപ്പെൻഡൻറ്റ് പഠിക്കാനായിട്ട്, ടൈം ഇൻഡിപെൻഡൻറ്റ് പഠിക്കാനായിട്ട് ഡെറിവേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് for the mechanical treatment of the structure of atom rest upon a few postulates which for the system moving in one direction, say the x coordinate are given below. നമ്മളിപ്പം ഒരു സിസ്റ്റം, ഒരു വൺ ഡയമെൻഷനലി ഉള്ള ഒരു സിസ്റ്റം, അതായത് എക്സ് ഡയറക്ഷനിലോട്ട് മാത്രം മൂവ് ചെയ്യുന്ന വൺ ഡയമെൻഷനലി ഉള്ള ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എക്സ് കോർഡിനേറ്റ് മാത്രമുള്ള ഒരു സിസ്റ്റം, വൺ ഡയമെൻഷൻ സിസ്റ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ പോസ്റ്റുലേറ്റ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് വായിച്ചു നോക്കിക്കേ. ദ physical state of the system at a time t is described by the wave function psi of xt. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരു ടൈം ടിയിലുള്ള ഒരു ഫിസിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സൈ വെച്ചിട്ടാണ്. അപ്പോൾ സൈ ഓഫ് വൺ ഡയമെൻഷൻ അല്ലേ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൈ ഓഫ് എക്സ് കോമ അറ്റ് ടൈം ടിയിലാണ് നമ്മൾ അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈ ഓഫ് എക്സ് ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് എ ടൈം ടി ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ടൈം ടിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സൈ ഓഫ് എക്സ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് നോക്കുക. ദ വേവ് ഫംഗ്ഷൻ സൈ ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ഡോ സൈ ബൈ ഡോ എക്സ് ആൻഡ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആർ കണ്ടിന്യൂസ്, finite and single valued for all the values of x, and also the wave function is normalized. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്ന ഇതാണ്. നോക്കുക, നമ്മുടെ വേവ് ഫംഗ്ഷൻ സൈ ആണ്. അപ്പോൾ സൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ സൈ ബൈ ഡോ ടി എന്ന് എഴുതാം. സെക്കൻഡ് ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡോ സൈ ബൈ ഡോ എക്സും ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും ആണ് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ പെക്യുലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്ന്, ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ദെൻ സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, ദെൻ ഫൈനൈറ്റ് ആയിരിക്കും. കേട്ടോ, അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, വേവ് ഫംഗ്ഷൻസ് ഷുഡ് ബി സിംഗിൾ വാല്യൂഡ്, ഫൈനൈറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫോർ ഓൾ ദി വാല്യൂസ് ഓഫ് എക്സ്. എക്സിൻ്റെ ഇപ്പോൾ ഏത് വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും വേവ് ഫംഗ്ഷൻ ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വേവ് ഫംഗ്ഷൻസ് ഷുഡ് ബി നോർമലൈസബിൾ. വേവ് ഫംഗ്ഷൻസ് നോർമലൈസബിൾ ആയിരിക്കും. ആ നോർമലൈസേഷൻ്റെ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ദി നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കാം, ഇൻ്റഗ്രൽ -∞ ടു +∞ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ നോർമലൈസേഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമ്മളെ തെറ്റിക്കാനായിട്ട് ചിലപ്പോൾ അവർ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 ടു 1 എന്നൊക്കെ തരും. ദെൻ ഈസ് ഈക്വൽ ടു 1 വരെ ഈസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നൊക്കെ തരും. അങ്ങനെ പല രീതിയിൽ മാറ്റി മറിച്ച് കിട്ടേക്കും. അപ്പോൾ നോർമലൈസേഷൻ്റെ കണ്ടീഷൻ കൃത്യമായിട്ട് നോക്കുക. എന്താണ്? ഇൻ്റഗ്രൽ -∞ ടു +∞ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് നോർമലൈസേഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്നത് എന്താണ്? വേവ് ഫംഗ്ഷൻ സൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സിനെ നമുക്ക് ഡോ സൈ ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് വേവ് ഫംഗ്ഷൻ്റെ വേവ് ഫംഗ്ഷൻസ് ഈ പറയുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിക്കോട്ടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിക്കോട്ടെ അത് കണ്ടിന്യൂസ് ആയിരിക്കും, സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വേവ് ഫംഗ്ഷൻ നോർമലൈസബിൾ ആണ്. നോർമലൈസേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? -∞ ടു +∞ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന നോർമലൈസേഷൻ കണ്ടീഷനും അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ,
അപ്പം അത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ പറയുന്നത്. ദെൻ ഇവിടുത്തെ സൈ സ്റ്റാർ എന്ന് പറയുന്നത് എന്താ? സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നാണ്. സൈ സ്റ്റാറിനെ നമ്മൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് സൈ എന്ന് പറയും. അപ്പം ഇപ്പം നമ്മൾ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈ സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ അത് -i ആണ്. അത്രയേ ഉള്ളൂ. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട, നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്താണ് സൈ സ്റ്റാർ എന്നൊരു ഡൗട്ട് തോന്നിയാൽ പറഞ്ഞതേ ഉള്ളൂ. കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. അപ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഐയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് -i ആണ്. അത്രയേ ഉള്ളൂ. ഇനി തേർഡ് പോസ്റ്റുലേറ്റ് നോക്കാം. A physically observable quantity can be represented by a Hermitian operator, and operator is said to be Hermitian operator if it satisfies the following condition, that is psi I star a cap psi j star dx is equal to integral psi j a cap into psi I a cap psi I star dx. Okay, അപ്പോൾ നോക്കാം. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്ന ഇതാണ്. എ ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റി ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ. ഫിസിക്കലി ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി എന്താണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ? നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ കൃത്യമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ചിലപ്പം ചോദിക്കാം, ഹെർമിഷ്യൻ ഒരു ഓപ്പറേറ്റർ ഷുഡ് ബി ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആകണം എന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം ക്വസ്റ്റ്യൻ വരാം. ഓർത്ത് വെച്ചേക്ക് എന്താണ്? ഇന്റഗ്രൽ സൈ ഐ സ്റ്റാർ എ ക്യാപ്പ് സൈ ജെ സ്റ്റാർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈ ജെ ഇൻറ്റു എ ക്യാപ്പ് സൈ ഐ സ്റ്റാർ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ നമുക്ക് ഓപ്പറേറ്ററിനെ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ നോർമലൈസേഷൻ്റെ കണ്ടീഷൻ നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞു. അതേപോലെ ഹെർമിഷ്യൻ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷനും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചേക്കുക. അടുത്ത നാലാമത്തെ പോസ്റ്റുലേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുലേറ്റ് ആണ്. ഫോർ എവറി ഒബ്സർവബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ദർ ഈസ് എ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. അപ്പം എന്താ പറയുന്നത്? ഇപ്പം നമ്മൾ ഓരോ ഫംഗ്ഷൻസിൻ്റെയും ഇപ്പോൾ ഓരോ ഓപ്പറേറ്ററിനെയും നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവർക്ക് ക്വാണ്ടം മെക്കാനിക്സിലും ആ ഓപ്പറേറ്ററിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഓരോ ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലും ഇവരുടെ പെർട്ടിക്കുലർ റെപ്രസെന്റേഷൻസ് ഉണ്ട്. നോക്കുക നിങ്ങൾ, പൊസിഷനെ നമ്മൾ യൂഷ്വലി ക്ലാസിക്കൽ മെക്കാനിക്സിൽ R എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ R എന്നാണ്. ആൻഡ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേനും പൊസിഷനെ നമ്മൾ സ്മോൾ r വെച്ചിട്ടാണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ ലീനിയർ മൊമെന്റം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ലീനിയർ മൊമെന്റത്തിനെ P എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ മൊമെന്റം ഓപ്പറേറ്ററിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? -i(h ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ മൊമെന്റം ലീനിയർ മൊമെന്റത്തിനെ നമ്മൾ P എന്നാണ് റെപ്രസെന്റ് ചെയ്തിരുന്നതെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വന്നപ്പോൾ അത് -i(h ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് ചിലപ്പം ചോദിക്കാറുണ്ട്. ക്വാണ്ടം മെക്കാനിക്കൽ അല്ലെങ്കിൽ ദ ഓപ്പറേറ്റർ എന്താണ് മൊമെന്റം ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ആസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ആംഗുലാർ മൊമെന്റത്തിനെ നമ്മൾ യൂഷ്വലി ക്ലാസിക്കൽ മെക്കാനിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പൊസിഷൻ ഇൻറ്റു ലീനിയർ മൊമെന്റ്, അതായത് R ഇൻറ്റു P എന്നുള്ള രീതിയിലാണ്. ആൻഡ് അത് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേന് എന്താ -i(h ക്രോസ് R -i(h ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു R. ഡോ ബൈ ഡോ എക്സിനെയാണ് ഡെൽ എന്നും വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഡോ ബൈ ഡോ എക്സിന് പകരം ഡെൽ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? -i(h ക്രോസ് R ഇൻറ്റു ഡെൽ അല്ലെങ്കിൽ -i(h ക്രോസ് R ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അടുത്ത കൈനറ്റിക് എനർജി നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ P²/2m എന്നാണ് കൈനറ്റിക് എനർജീൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വരുമ്പോഴത്തേനോ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ എന്ന് വരും കേട്ടോ. -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ കൈനറ്റിക് എനർജി ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡെൽ സ്ക്വയർ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ,
ഇനി പൊട്ടൻഷ്യൽ എനർജീനെ ക്ലാസിക്കൽ മെക്കാനിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും ക്യാപിറ്റൽ വി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ടോട്ടൽ എനർജീനെയോ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ക്യാപിറ്റൽ ഇ വെച്ചിട്ടാണ് ടോട്ടൽ എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേന് IH ഡോ ബൈ ഡോ ടി എന്നാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേന് ടോട്ടൽ എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ഹാമിൽട്ടോണിയന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? ഹാമിൽട്ടോണിയൻ H is equal to means നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയുടെ സമ്മേഷനാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്താ വരുന്നത്? ക്യാപിറ്റൽ വി. കൈനറ്റിക് എനർജിയോ P²/2m. അപ്പം P²/2m പ്ലസ് വി ആണ് എന്ത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഹാമിൽട്ടോണിയന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, ആൻഡ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേനോ ഇവിടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്താണ്? -h²/2m ഇൻറ്റു ഡെൽ സ്ക്വയർ ആണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജിയോ വി. അപ്പം എങ്ങനെ വരും? -h²/2m ഇൻറ്റു ഡെൽ സ്ക്വയർ പ്ലസ് വി എന്ന് വരും. മനസ്സിലായോ? അപ്പം ഈ രീതിയിലാണ് ഓരോ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള ഓരോ ഓപ്പറേറ്ററിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പൊസിഷനെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ക്യാപിറ്റൽ ആറും ക്വാണ്ടം മെക്കാനിക്സിൽ സ്മോൾ ലെറ്റർ ആറും വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പൊസിഷൻ കഴിഞ്ഞ് ലീനിയർ മൊമെൻറ്റത്തിനെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ക്യാപിറ്റൽ പി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെയോ -IH ഡോ ബൈ ഡോ എക്സ് അല്ലെങ്കിൽ -IH ഡെൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ആംഗുലർ മൊമെൻറ്റം വരുമ്പോഴത്തേനോ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ R×P എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേനും -IH ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ അല്ലെങ്കിൽ -IH ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ആർ അല്ലെങ്കിൽ -IH ഡെൽ ഇൻറ്റു ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ കൈനറ്റിക് എനർജിയോ ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുമ്പോൾ P²/2m എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോഴത്തേനോ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് വരുമ്പോൾ -IH²/2m ഇൻറ്റു ഡോ²/ഡോ(x²) എന്ന് വരും. പൊട്ടൻഷ്യൽ എനർജീനെ രണ്ടിടത്തും ക്ലാസിക്കൽ മെക്കാനിക്സിലും ക്വാണ്ടം മെക്കാനിക്സിലും ക്യാപിറ്റൽ വി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ടോട്ടൽ എനർജീനെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ക്യാപിറ്റൽ ഇ വെച്ചിട്ടും ക്വാണ്ടം മെക്കാനിക്സിൽ IH ഡോ ബൈ ഡോ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഹാമിൽട്ടോണിയനെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എങ്ങനെയാ? ക്ലാസിക്കൽ മെക്കാനിക്സിൽ രണ്ടിൻ്റെ സമ്മായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ P²/2m പ്ലസ് വി എന്ന്. മറ്റെടുത്ത് വരുമ്പോഴോ -H²/2m ഇൻറ്റു ഡോ²/ഡോ(x²) പ്ലസ് വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോസ്റ്റുലേറ്റിൽ അത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് നോക്കാം. If any measurement of the observable associated with the operator A, the only values that will ever be observed are the eigenvalues of A, which satisfy the eigenvalue equation A psi is equal to small a psi. Considering the measurement of energy, the operator corresponding to the energy is the Hamiltonian operator H, and the eigenvalue equation is called H psi equal to E psi. അതായത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏഗൺ വാല്യൂ ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. പൊതുവേ നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ A psi is equal to small a into psi എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ കേസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ H psi is equal to E psi എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓരോ ടേംസ്, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നോക്കുക, if any measurement of the observable associated with the operator A, the only values that will ever be observed by the given small a which satisfy the eigenvalue equation capital A psi is equal to small a psi. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഈ ഒരു ഫംഗ്ഷൻ സൈയിലേക്ക് ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കേ, ആ ഫംഗ്ഷൻ നമുക്ക് അതേപോലെ റീടൈൻ ചെയ്യുന്നു, പക്ഷേ ഇൻറ്റു ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻറ്റു എ കോൺസ്റ്റന്റ് കിട്ടും. അതിനെയാണ് A psi is equal to small a psi എന്ന് നമ്മൾ പൊതുവെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ഏഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇക്വേഷനകത്തുള്ള psi എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ, ക്യാപിറ്റൽ A എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ, സ്മോൾ a എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് വാല്യൂ. ഓക്കെ, അപ്പം ഈ സ്മോൾ എനെയാണ് നമ്മൾ ഇവിടെ ഏഗൺ
വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഏഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ കൺസിഡറിംഗ് ദ മെഷർമെന്റ് ഓഫ് എനർജി ദ ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു ദ എനർജി ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. നമ്മളിവിടെ ഓപ്പറേഷൻ എനർജിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷനെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എച്ച് ആണ് നമ്മുടെ ഇവിടുത്തെ ഓപ്പറേറ്റർ, സൈ ആണ് നമ്മുടെ ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ, ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഏഗൺ വാല്യൂ ഇക്വേഷൻ ആണ് എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. ഓക്കെ, അപ്പം നമ്മുടെ ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ അതേപോലെ റീടൈൻ ചെയ്യുന്നു. ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് വാല്യൂനെയാണ് നമ്മൾ ഏഗൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഏഗൺ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇക്വേഷനെയാണ് നമ്മൾ ഏഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏഗൺ വാല്യൂസ് ആണ് അല്ലെങ്കിൽ ഏഗൺ വാല്യൂ ഇക്വേഷനെ കുറിച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന പോസ്റ്റുലേറ്റ് ആണ് അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഫൈനൽ ആറാമത്തെ പോസ്റ്റുലേറ്റ് നോക്കാം. ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ എ സ്റ്റേറ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ psi, then the average value of the observable corresponding to A is given by. ഇനി ഒരു സിസ്റ്റത്തിനകത്ത് നമ്മളൊരു സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാണ്. സൈ ആണ് അവിടുത്തെ വേവ് ഫംഗ്ഷൻ. ആൻഡ് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ നോർമലൈസബിൾ കണ്ടീഷൻ, നോർമലൈസേഷൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് വാല്യൂ കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡി ടോ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ആവറേജ് വാല്യൂ കണക്കാക്കുന്നത്. എങ്ങനെയാണ്? ആവറേജ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡി ടോ, സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡി ടോ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇവിടുത്തെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡി ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഉള്ള മേജർ പോസ്റ്റുലേറ്റ്സ്. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ. ആദ്യത്തെ പോസ്റ്റുലേറ്റ് എന്തായിരുന്നു പറഞ്ഞത്? ഇപ്പം നമ്മൾ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് എ പെർട്ടിക്കുലർ ടൈം ടി നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ ദി വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി എന്നാണ്. അപ്പോൾ യൂഷ്വലി വൺ ഡയമെൻഷനലി ആണ് നമ്മൾ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുന്നത്. അവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അറ്റ് എ പെർട്ടിക്കുലർ ടൈം ടി നമുക്ക് ആ വേവ് ഫംഗ്ഷൻസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സൈ ഓഫ് എക്സ് ടി എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ എന്താ പറയുന്നത്? സൈ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഡോ സൈ ബൈ ഡോ എക്സ് എന്നും ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ആണ്, ഫൈനൈറ്റ് ആണ്, ഓക്കെ, സിംഗിൾ വാല്യൂഡ് ആണ്. അതും ഓർത്ത് വെച്ചേക്കുക. വേവ് ഫംഗ്ഷൻസിൻ്റെ പെക്യുലിയാരിറ്റീസ് ഫൈനൈറ്റ് ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. ആൻഡ് വേവ് ഫംഗ്ഷൻ നോർമലൈസബിൾ ആയിരിക്കും. നോർമലൈസബിൾ ആവണമെന്ന് പറയുമ്പോൾ നോർമലൈസേഷൻ്റെ കണ്ടീഷൻ ഓർത്ത് വെച്ചേക്കുക. എന്താണ്? മൈനസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ സൈ ഡി ടോ ഈസി അല്ലെങ്കിൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 1. ഇതാണ് നോർമലൈസേഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ സിംഗിൾ വാല്യൂഡ് ആണ്, കണ്ടിന്യൂസ് ആണ്, അതേപോലെ എന്താണ്, ഫൈനൈറ്റ് ആണ്, നോർമലൈസബിൾ ആണ്. ഇത്രയും കണ്ടീഷൻസ് ആണ് വേവ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ദെൻ തേർഡ് പോസ്റ്റുലേറ്റിലേക്ക് വരുമ്പോഴത്തേന് തേർഡ് പോസ്റ്റുലേറ്റിൽ എന്താ പറയുന്നത്? ഓരോ ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റീനെ നമുക്ക് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഒരു ഓപ്പറേറ്റർ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്തായിരുന്നു? അത് ഓർത്ത് വെച്ചേക്കാം. ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ്പ് സൈ ഡി ടോ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ്പ് മീൻസ് ദാണ്ടേ ഇതിനെ റിവേഴ്സ് എടുത്തു. ഇവിടെ സൈ ഐ സ്റ്റാർ എ ക്യാപ്പ് സൈ ജെ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈ ജെ സ്റ്റാർ ഇൻറ്റു സൈ ജെ ഇൻറ്റു എ ക്യാപ്പ് സൈ സ്റ്റാർ ഐ ഡി ടോ, അതായത് അതിൻ്റെ റിവേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഓപ്പറേറ്ററിനെ ഹെർമിഷ്യൻ ഓപ്പറേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത നാലാമത്തെ പോസ്റ്റുലേറ്റിൽ നമ്മൾ എന്താ പറയുക? ഇപ്പോൾ ഓരോ ക്വാണ്ടിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിലും, അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ എന്ത് റെപ്രസെൻറ്റേഷൻ ആണോ കൊടുക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് അവരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓരോരുത്തരുടെ കേസിലും പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ്റെ കേസിൽ ക്വാണ്ടം മെക്കാനിക്സിൽ R എന്നാണ്, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് എന്നാണ്, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ മൈനസ് ഐ എച്ച് ക്രോസ് ആർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് എന്നാണ്.
അതേപോലെ കൈനറ്റിക് എനർജിയുടെ കേസിൽ -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ v ആണ്. ദെൻ ടോട്ടൽ എനർജിയുടെ കേസിൽ IH ക്രോസ് ഡോ ബൈ ഡോ ടി എന്നാണ്. ഹാമിൽട്ടോണിയൻ്റെ കേസിൽ -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് v എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഈ പറയുന്ന ഓരോ ഓപ്പറേറ്റേഴ്സിൻ്റെയും ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഏത് രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏത് രീതിയിലാണ് എന്നുള്ളത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. ദെൻ അതിനുശേഷം നമ്മുടെ അഞ്ചാമത്തെ പോസ്റ്റുലേറ്റിൽ നമ്മുടെ ഏഗൺ വാല്യൂ ഇക്വേഷൻ ആണ് HSI ഈസ് ഈക്വൽ ടു ESI. അവിടെ E എന്ന് പറയുന്നതാണ് നമ്മുടെ ഏഗൺ വാല്യൂ ആൻഡ് HSI ഈക്വൽ ടു ESI എന്ന് പറയുന്നതാണ് ഏഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ആറാമത്തെ പോസ്റ്റുലേറ്റിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ psi അത് നോർമലൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവരുടെ ആവറേജ് വാല്യൂ കണക്കാക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് പഠിച്ചത്. എന്തായിരുന്നു? ഇൻ്റഗ്രൽ psi സ്റ്റാർ a ക്യാപ്പ് psi d tau എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ആവറേജ് വാല്യൂ കണക്കാക്കുന്നത്. ഓക്കെ, സോ പോസ്റ്റുലേറ്റ്സ് ഇത്രയും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. നമുക്ക് സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്ങാനും ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും കാണാതെ പഠിച്ചു വെച്ചേക്കുക, ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും കാണാതെ പഠിച്ചു വെച്ചേക്കുക. നോക്കാം, ദ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ വൺ ഡയമെൻഷണൽ മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് ഇൻ എ പൊട്ടൻഷ്യൽ v ഓഫ് xt ഈസ് ഗിവൺ ബൈ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഓക്കെ, എങ്ങനെയുള്ള സിസ്റ്റംസിൻ്റെ കേസിലുള്ള വൺ ഡയമെൻഷണൽ മോഷനിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, വൺ ഡയമെൻഷൻ മോഷനിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് ഇത്. എന്താ? IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് v സൈ. ഓർത്തിരിക്കുക, IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് v സൈ. ഓക്കെ, ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ എ വൺ ഡയമെൻഷൻ കണ്ടീഷൻ. വൺ ഡയമെൻഷൻ കണ്ടീഷനിലുള്ള ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി വൺ ഡയമെൻഷൻ സിസ്റ്റത്തിൽ തന്നെയുള്ള ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിലോ എന്താണ് ഇക്വേഷൻ വരുന്നത്? ഇത് സെയിം അത് തന്നെ, -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് v സൈ ഇസ് ഈക്വൽ ടു, ഇവിടെ IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ E സൈ ആണത്, E സൈ ആണ്. ഓക്കെ, മറ്റേ ടേം സെയിം തന്നെയാണ്, -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് v സൈ ഈസ് ഈക്വൽ ടു, ടൈം ഡിപ്പെൻഡന്റ് വന്നപ്പോഴത്തേനത് IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി വന്നു, ടൈം ഇൻഡിപെൻഡന്റ് വന്നപ്പോഴത്തേനത് E സൈ വന്നു. അതിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു വൺ ഡയമെൻഷൻ കണ്ടീഷനിലുള്ള ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെയും ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കാണാതെ പഠിച്ച് വച്ചിരിക്കുക. ഇനി ഇതിൽ തന്നെ വൺ ഡയമെൻഷൻ ബോക്സിന് പകരം മീൻസ് വൺ ഡയമെൻഷണൽ കണ്ടീഷൻ, അതായത് എക്സ് ആക്സിസിന് പകരം XY Z കോർഡിനേറ്റ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നു എങ്കിൽ, ത്രീ ഡയമെൻഷണൽ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് എന്ത് മാറ്റം വരും നോക്കിക്കേ. ഇവിടെ -h ക്രോസ് സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ടി ഡോ എക്സ് സ്ക്വയർ എന്നല്ലേ, അതിന് വരെ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ ഇസെഡ് സ്ക്വയർ വരും അല്ലേ, ആ ഒരു ഡിഫറൻസ് വരും. -h സ്ക്വയർ ബൈ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസെഡ് സ്ക്വയർ. ഓക്കെ, അതേപോലെ അവിടെ v ഓഫ് എക്സ് ഇൻറ്റു സൈ ആയിരുന്നു, ഇവിടെയോ v ഓഫ് എക്സ് ബൈ ഇസെഡ് ഇൻറ്റു സൈ എന്ന് വരും. ഓക്കെ, മറ്റേ അതുപോലെ IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി. അതേപോലെ ഇവിടെയും ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ വരുമ്പോഴത്തേനും എന്ത് മാറ്റം വരും? ഇവിടെയും ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വരും, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസെഡ് സ്ക്വയർ വരും. കണ്ടില്ലേ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. v ഓഫ് സൈക്കകത്ത് v ഓഫ് എക്സ് സൈ എന്നുള്ളതിന് വരെ v ഓഫ് എക്സ് വൈ ഇസെഡ് സൈ ഈസ് ഈക്വൽ ടു ഈ സൈ ഓഫ് എക്സ് വൈ ഇസെഡ് എന്ന് വരും. ആകെ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 1 ഡയമെൻഷൻ്റെ കേസ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. 1 ഡയമെൻഷൻ്റെ കേസ് പഠിച്ചു വെച്ചിട്ട് 3 ഡയമെൻഷനിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ എക്സിന് വരെ എക്സ് വൈ ഇസഡ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം 1 ഡയമെൻഷൻ്റെ കേസിൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ നോക്കി വെച്ചേക്കുക, ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ നോക്കുക. ഇനി ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫോമാറ്റിലായിരിക്കത്തില്ല ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ വരുന്നത്, റെഡ്യൂസ്ഡ് ഫോമിലായിരിക്കും. ഓക്കെ, അപ്പോൾ റെഡ്യൂസ്ഡ് ഫോമിൽ വരുന്ന ഇക്വേഷൻ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ടൈം ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസിൽ റെഡ്യൂസ്ഡ് ഫോമിലുള്ള ഇക്വേഷൻ ആൻഡ് ഇത് ടൈം ഡിപ്പെൻഡൻറ്റിൻ്റെ കേസിലുള്ള റെഡ്യൂസ്ഡ് ഫോമിലുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പം ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ്റെ കേസിൽ റെഡ്യൂസ്ഡ് ഫോമിലാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്നുള്ള രീതിയിലാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് കേസിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്നാണ്. ആൻഡ് ടൈം ഡിപ്പെൻഡൻറ്റ് കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ, എച്ച് സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്നാണ്. ഇതായിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. മറ്റേ എക്സ്പാൻഡഡ് ഫോമിലുള്ള ഇക്വേഷൻ നമുക്ക് കൂടുതലും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് റെഡ്യൂസ്ഡ് ഫോമിലുള്ള ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് നോട്ട്സിൽ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ടൈം ഇൻഡിപെൻഡൻ്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ, ആൻഡ് ടൈം ഡിപ്പെൻഡൻ്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എച്ച് സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്നുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇത്രയും ആയപ്പോഴത്തേന് നമ്മുടെ ഏകദേശം നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഏകദേശം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോർഷൻസ് ഇത്രയും കൃത്യമായിട്ട് നോക്കുക. അവിടെ നിന്നുള്ള നോട്ട്സിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇക്വേഷൻസ് എല്ലാം കൂടെ ഒന്ന് സെപ്പറേറ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ച ശേഷം മാത്രം ഞാൻ ഒരു MCQ ഡിസ്കഷൻ അടുത്തതായിട്ട് നമ്മൾ ഈ പറഞ്ഞ മേജർ കൺസെപ്റ്റ്സുകളെല്ലാം കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു MCQ ഡിസ്കഷൻ നമുക്ക് വരുന്ന ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച ശേഷം മാത്രം കവർ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയ ശേഷം മാത്രം MCQ ഡിസ്കഷൻ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഉത്തരങ്ങളൊക്കെ ഒന്ന് സ്വയമേ കണ്ടെത്താനും കൂടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും ഷോർട്ടായിട്ട് പ്രധാനപ്പെട്ട വേണ്ടുന്ന പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതേപോലെ ഇക്വേഷൻസ് പ്രത്യേകവും നോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക്